നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബയോസെൻസറുകളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1ൻ്റെ ലിങ്ക് മുകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബയോസെൻസർ എന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും വർക്കിംഗ് മെക്കാനിസംസ് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ബയോസെൻസറുകളെ പറ്റിയിട്ടും ബയോസെൻസറുകൾ ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് എന്നുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സ്. അപ്പോൾ ബയോസെൻസർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ബയോളജിക്കൽ ബയോസെൻസറുണ്ട്, ഫിസിക്കൽ ബയോസെൻസറുണ്ട്. അതിൽ ബയോളജിക്കൽ ബയോസെൻസറിൽ വരുന്നതാണ് എൻസൈം ബേസ്ഡ് ബയോസെൻസർ, ഇമ്മ്യൂണോ സെൻസർ, ഹോൾ സെൽ ബേസ്ഡ് ബയോസെൻസർ, DNA ബയോസെൻസർ. ഫിസിക്കൽ ബയോസെൻസേഴ്സിൽ വരുന്നതാണ് തെർമൽ ബയോസെൻസർ, ഒപ്റ്റിക്കൽ ബയോസെൻസർ, പീസോ ഇലക്ട്രിക് ബയോസെൻസർ, ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസർ. ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസറിന് കീഴിൽ തന്നെ വരുന്നതാണ് പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസർ, ആംബിയറോമെട്രിക് ബയോസെൻസർ, കലോറിമെട്രിക് ബയോസെൻസർ. അപ്പോൾ നമുക്ക് ബയോളജിക്കൽ ബയോസെൻസറിലത്തെ ആദ്യത്തെ ഒരു ടൈപ്പ് നോക്കാം, എൻസൈം ബേസ്ഡ് ബയോസെൻസർ. അപ്പോൾ എൻസൈം ബേസ്ഡ് ബയോസെൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യുക? ദേ യൂസ് എൻസൈംസ് ആസ് ദി ബയോളജിക്കൽ റെക്കഗ്നീഷൻ എലമെൻറ്റ് ടു ഡിറ്റക്റ്റ് സ്പെസിഫിക് അനലൈറ്റ്സ്. അവർ എൻസൈമുകളെ ബയോളജിക്കൽ റെക്കഗ്നീഷൻ എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുവഴിയായിട്ട് ഓരോ സ്പെസിഫിക് അനലൈറ്റുകളിലും ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ഓഫർ ഹൈ സെലക്ടിവിറ്റി, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് ആക്യുറേറ്റ് ഡിറ്റക്ഷൻ ഓഫ് സബ്സ്റ്റാൻസസ് സച്ച് ആസ് ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ ആൻഡ് യൂറിയ. അപ്പോൾ ഹൈ സെലക്ടിവിറ്റി ഉണ്ട്, അതുപോലെ റാപ്പിഡായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. ഗ്ലൂക്കോസ്, കൊളസ്ട്രോള്, യൂറിയ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, അതുപോലെ ക്വാളിറ്റി കൺട്രോള്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും ഉപയോഗിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണോ സെൻസറുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇമ്മ്യൂണോ സെൻസർ എന്ന് പറയുകയാണെങ്കിൽ ദേ ആർ ബയോസെൻസേഴ്സ് ദാറ്റ് യൂസ് സ്പെസിഫിക് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് ടു ഡിറ്റക്റ്റ് ടാർഗറ്റ് സബ്സ്റ്റാൻസസ്. അപ്പോൾ ഇമ്മ്യൂണോ സെൻസർ എന്ന് പറയുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ്റെ ബേസിസിൽ ടാർഗറ്റ് സബ്സ്റ്റാൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബയോസെൻസറാണ്. ദേ പ്രൊവൈഡ് ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് ഹൈ സ്പെസിഫിസിറ്റി ഫോർ ഡിറ്റക്റ്റിംഗ് പാത്തോജൻസ്, ഹോർമോൺസ്, ടോക്സിൻസ് ആൻഡ് ഡിസീസ് ബയോമാർക്കേഴ്സ്. അപ്പോൾ ഇവർക്ക് ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, ഹൈലി സ്പെസിഫിക് ആയിരിക്കും പാത്തോജൻസ്, ഹോർമോൺസ്, ടോക്സിൻസ്, അതുപോലെ ഡിസീസ് ബയോമാർക്കേഴ്സിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യും. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗ് ആൻഡ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും മെഡിക്കൽ ഡയഗ്നോസിസിൽ, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിങ്ങിൽ, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിൽ ഒക്കെ ഉപയോഗിക്കുന്നു. അടുത്തതാണ് ഹോൾ സെൽ ബേസ്ഡ് ബയോസെൻസേഴ്സ്. ഹോൾ സെൽ ബേസ്ഡ് ആയിട്ടുള്ള ബയോസെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ദേ യൂസ് ലിവിങ് മൈക്രോബിയൽ, പ്ലാന്റ് ഓർ ആനിമൽ സെൽസ് ആസ് ദി ബയോളജിക്കൽ സെൻസിങ് എലമെൻറ്റ്. പിന്നെ എന്ത് ചെയ്യും? ദേ ഡിറ്റക്റ്റ് അനലൈറ്റ്സ് ബൈ മെഷറിംഗ് ചേഞ്ചസ് ഇൻ സെല്ലുലർ ആക്ടിവിറ്റീസ് സച്ച് ആസ് മെറ്റബോളിസം, ഗ്രോത്ത് ഓർ ബയോലുമിനിസൻസ്. അപ്പോൾ ഹോൾ സെൽ ബേസ്ഡ് ആയിട്ടുള്ള ബയോസെൻസേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ലിവിങ് മൈക്രോബിയലിനെയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയോ ആനിമൽ സെല്ലിനെയോ ഒക്കെ ബയോളജിക്കൽ സെൻസിങ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് സെല്ലുലാർ ആക്ടിവിറ്റീസിൽ വരുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മെറ്റബോളിസത്തിലോ ഗ്രോത്തിലോ ബയോളജിക്കൽ ലൂമിനസെൻസിലോ
അങ്ങനെയൊക്കെ വരുന്ന ചേഞ്ചസ്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ്, ടോക്സിസിറ്റി ടെസ്റ്റിംഗ്, ഡ്രഗ് സ്ക്രീനിങ് ആൻഡ് വേസ്റ്റ് വാട്ടർ അനാലിസിസ്. അപ്പോൾ ഒരു പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ്? എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിലും ടോക്സിസിറ്റി മനസ്സിലാക്കാനായിട്ടും പിന്നെ ഡ്രഗ് സ്ക്രീനിങ്ങിൽ വേസ്റ്റ് വാട്ടർ അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോൾ സെൽ ബേസ്ഡ് ബയോസെൻസേഴ്സിൽ വരുന്നത്. മറ്റൊരു ബയോളജിക്കൽ ബയോസെൻസറാണ് DNA ബയോസെൻസർ. അപ്പോൾ DNA ബയോസെൻസറിൽ നമുക്ക് നോക്കാം. DNA biosensors use single-stranded DNA probes as the biological recognition element to detect specific DNA or RNA sequences. DNA ബയോസെൻസറിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA പ്രോബ്സ് ആണ്. അപ്പോൾ ഇതുവഴിയായിട്ട് അവർ എന്ത് ചെയ്യും? സ്പെസിഫിക് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA സീക്വൻസുകളിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ദേ പ്രൊവൈഡ് ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി ഫോർ ഐഡൻറ്റിഫയിങ് ജനറ്റിക് മ്യൂട്ടേഷൻസ്, പാത്തോജൻസ് ആൻഡ് ഇൻഫെക്ച്വസ് ഡിസീസസ്. അപ്പോൾ അവർ ജനറ്റിക് മ്യൂട്ടേഷൻസും പാത്തോജൻസും ഇൻഫെക്റ്റസ് ആയിട്ടുള്ള ഡിസീസസ് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതിനൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് DNA ബയോസെൻസറിന് ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്, അതുപോലെ ഹൈലി സ്പെസിഫിക് ആണ്. DNA ബയോസെൻസേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, ഫോറൻസിക് അനാലിസിസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഫിസിക്കൽ ബയോസെൻസറുകളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തെർമൽ ബയോസെൻസറിനെ നോക്കാം. അപ്പോൾ തെർമൽ ബയോസെൻസറിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. തെർമൽ ബയോസെൻസേഴ്സ് ഡിറ്റക്റ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂറിങ് എ ബയോകെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി അനലൈറ്റ് ആൻഡ് എ ബയോളജിക്കൽ സെൻസിങ് എലമെൻറ്റ് സച്ച് ആസ് എൻ എൻസൈം. അപ്പോൾ തെർമൽ ബയോസെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു അനലൈറ്റും അതുപോലെ ബയോളജിക്കൽ സെൻസിങ് എലമെൻറ്റും തമ്മിൽ നടന്നിട്ടുള്ള ബയോളജിക്കൽ റിയാക്ഷൻ, ബയോകെമിക്കൽ റിയാക്ഷൻ, അതിനിടയിൽ അബ്സോർബ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഹീറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബയോസെൻസറുകളാണ്. ഇനി ഇവരെങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്? ദേ യൂസ് ഹൈലി സെൻസിറ്റീവ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, അതായത് തെർമോസിസ്റ്റേഴ്സിന് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ടു മെഷർ സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ചസ് വിച്ച് ആർ പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി അനലൈറ്റ്. അതായത് ചെറിയ ടെമ്പറേച്ചർ ചേഞ്ചസിനൊക്കെ മെഷർ ചെയ്യാനായിട്ട് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ചെറിയ ടെമ്പറേച്ചർ ചേഞ്ചസ് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഹൈലി സെൻസിറ്റീവ് ടെമ്പറേച്ചർ സെൻസേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? തെർമൽ ബയോസെൻസേഴ്സ് ആർ യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ്, ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ആൻഡ് ബയോ പ്രോസസ് മോണിറ്ററിംഗ്. കാരണം എന്താണ്? അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ തെർമൽ ബയോസെൻസേഴ്സിന് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സിനെ നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ് ഡിറ്റക്റ്റ് ചേഞ്ചസ് ഇൻ ലൈറ്റ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് അബ്സോർബൻസ്, ഫ്ലൂറസെൻസ്, luminescence or refractive index caused by the interaction between the analyte and the biological sensing element. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതായത് അബ്സോർബൻസിലോ ഫ്ലൂറസെൻസിലോ ലൂമിനിസെൻസിലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലോ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതെങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? അനലൈറ്റും ബയോളജിക്കൽ സെൻസിങ് എലമെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിന് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ് പ്രവർത്തിക്കുന്നത്.
അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ദേ കൺവേർട്ട് ദീസ് ഒപ്റ്റിക്കൽ ചേഞ്ചസ് ഇൻ ടു മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് allowing റാപ്പിഡ് ആൻഡ് ഹൈലി സെൻസിറ്റീവ് ഡിറ്റക്ഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒപ്റ്റിക്കൽ ചേഞ്ചസിനെ മെഷറബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റും. അതുവഴിയായിട്ട് റാപ്പിഡായിട്ടുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ നടക്കുന്നു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്? ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ്, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിംഗ് ആൻഡ് ഡ്രഗ് ഡിസ്കവറി ഡ്യൂ ടു ദെയർ ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. അപ്പോൾ ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ് വളരെ സെൻസിറ്റീവും വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ, അതുപോലെ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിൽ, ഫുഡ് സേഫ്റ്റി ടെസ്റ്റിങ്ങിൽ, ഡ്രഗ് ഡിസ്കവറിയിൽ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ് ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ mass on a piezoelectric crystal surface when the analyte binds to the biological recognition element. അനലൈറ്റ് ബയോളജിക്കൽ റെക്കഗ്നീഷൻ എലമെൻ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ സർഫസിൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ the binding event causes a change in the crystal's resonance frequency which is proportional to the amount of analyte present. എത്രത്തോളം അനലൈറ്റ് പ്രസൻ്റ് ആണ് അതിന് പ്രൊപ്പോർഷണലായിട്ട് ക്രിസ്റ്റലിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ദേ ആർ യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, pathogen detection, environmental monitoring and food safety testing because they provide rapid label-free detection. അപ്പോൾ ഇതൊക്കെയാണ് പീസോ ഇലക്ട്രിക് ബയോസെൻസറിൻ്റെ ആപ്ലിക്കേഷൻസ്. അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസേഴ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ they detect the target analyte by measuring electrical signals, അതായത് കറൻറ്റോ വോൾട്ടേജോ ഇമ്പിഡൻസോ ജനറേറ്റഡ് ഡ്യൂറിങ് എ ബയോകെമിക്കൽ റിയാക്ഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദേ ആർ ഹൈലി സെൻസിറ്റീവ്, റാപ്പിഡ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ഈസി ടു മിനിയേച്ചറൈസ് ഫോർ പോർട്ടബിൾ ആൻഡ് പോയിൻ്റ് ഓഫ് കെയർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇവർ വളരെ സെൻസിറ്റീവാണ്, വളരെ റാപ്പിഡാണ്, അതുപോലെ നമുക്ക് എന്താണ് ചിലവ് കുറവാണ്, അതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള തരത്തിൽ നമുക്ക് ഓരോ ടൈപ്പ് ആപ്ലിക്കേഷൻസിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്നത്. ഇനി ഇത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിൽ, ഡിസീസ് ഡയഗ്നോസിസിൽ, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിൽ, ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിങ്ങിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസേഴ്സിലത്തെ ഒരു ടൈപ്പ് നോക്കാം, പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, അവിടെ ഒരു പൊട്ടൻഷ്യലിൽ ഉണ്ടാവുന്നൊരു മാറ്റം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ് മെഷർ ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ വർക്കിംഗ് ഇലക്ട്രോഡ് ആൻഡ് എ റെഫറൻസ് ഇലക്ട്രോഡ് വിത്തൗട്ട് ഡ്രോയിങ് സിഗ്നിഫിക്കൻറ്റ് കറൻറ്റ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദേ ആർ സിമ്പിൾ, low cost, energy efficient and suitable for continuous monitoring. ഇത് പ്രധാനമായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? pH മെഷർ ചെയ്യാനായിട്ട്, അയൺ ഡിറ്റക്ഷൻ, അതുപോലെ ക്ലിനിക്കൽ ഡയഗ്നോസിസ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, ഇതിനൊക്കെയാണ് പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആംപിയറോമെട്രിക് ബയോസെൻസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ആംപിയറോമെട്രിക് ബയോസെൻസേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ? അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ ഒരു അനലൈറ്റിൻ്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വൈദ്യുത പ്രവാഹം, അതായത് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് കറൻറ്റ് അളക്കുക എന്നതാണ്
ഈ ആംപിയറോമെട്രിക് ബയോസെൻസേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി ഇവരുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദേ പ്രൊവൈഡ് ഹൈ സെൻസിറ്റിവിറ്റി, ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഗുഡ് ആക്യുറസി ഫോർ ഡിറ്റക്റ്റിംഗ് ലോ കോൺസെൻട്രേഷൻ ഓഫ് അനലൈറ്റ്സ്. ചെറിയ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അനലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഹൈലി സെൻസിറ്റീവ് ആണ്, ഫാസ്റ്റായിട്ട് റെസ്പോൺസ് കിട്ടും, പിന്നെ വളരെ ആക്യുറേറ്റ് ആണ്. ഇനി ഇത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിൽ, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ, ഫുഡ് അനാലിസിസിൽ, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിൽ ഒക്കെ ഇത് നമ്മൾ ഉപയോഗിക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കലോറിമെട്രിക് ബയോസെൻസേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കലോറിമെട്രിക് ബയോസെൻസറിൽ എന്താ സംഭവിക്കുന്നത്? അനലൈറ്റും ബയോ റിസപ്റ്ററും തമ്മിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ താപം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആ താപം, ആ ഹീറ്റിലുണ്ടാവുന്ന ചേഞ്ചസ് കലോറിമെട്രിക് ബയോസെൻസേഴ്സ് സെൻസ് ചെയ്യും. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ദി യൂസ് സെൻസിറ്റീവ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, അതിനെന്ത് പറയും? തെർമോസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ തെർമോപൈൽസ് എന്ന് പറയും. ടു മെഷർ സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ചസ് വിച്ച് ആർ പ്രൊപ്പോർഷണൽ ടു ദി അനലൈറ്റ് കോൺസെൻട്രേഷൻ. അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലായിട്ട് വരുന്ന ചെറിയ ടെമ്പറേച്ചർ ചേഞ്ചസ് പോലും മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെൻസേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എൻസൈം കൈനറ്റിക്സ്, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ബിക്കോസ് ദേ ഡു നോട്ട് റിക്വയർ ലേബൽസ് ഓർ ഒപ്റ്റിക്കൽ സിഗ്നൽസ്. അപ്പോൾ ഇതിനും അത്യാവശ്യം നല്ലപോലെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കലോറിമെട്രിക് ബയോസെൻസേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള ബയോസെൻസറുകളെ കണ്ടു. ഇനി ബയോസെൻസേഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മെഡിസിനിലും ഹെൽത്ത് കെയറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസീസ് ഡയഗ്നോസിസ് ആൻഡ് മോണിറ്ററിങ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, പ്രഗ്നൻസി ടെസ്റ്റുകൾ, അതുപോലെ ഇൻഫെക്റ്റസ് ആയിട്ടുള്ള ഡിസീസസിൻ്റെ ഡിറ്റക്ഷന് ഒക്കെ നമ്മൾ ബയോസെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഫുഡ് ഇൻഡസ്ട്രി ഡിറ്റക്റ്റ് ഫുഡ് കണ്ടാമിനൻസ്, പാത്തോജൻസ്, ടോക്സിൻസ് ആൻഡ് മോണിറ്റേഴ്സ് ഫുഡ് ക്വാളിറ്റി ആൻഡ് ഫ്രഷ്നെസ്. പിന്നെ വരുന്നത് എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ് ആണ്. ഡിറ്റക്ട്സ് പൊല്യൂട്ടൻസ് സച്ച് ആസ് പെസ്റ്റിസൈഡ്സ്, ഹെവി മെറ്റൽസ് ആൻഡ് ടോക്സിക് കെമിക്കൽസ് ഇൻ വാട്ടർ, എയർ ആൻഡ് സോയിൽ. പിന്നെ വരുന്നത് എവിടെയാണ്? ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, വെർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രഗ് സ്ക്രീനിങ്, ഡ്രഗ് അനാലിസിസ് ആൻഡ് സ്റ്റഡിയിങ് ഡ്രഗ് ടാർഗറ്റ് ഇൻട്രാക്ഷൻസ്. പിന്നെ മിലിറ്ററിയിലും ഡിഫൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഡിറ്റക്ട്സ് ബയോളജിക്കൽ വാർഫെയർ ഏജൻറ്റ്സ്, കെമിക്കൽ വെപ്പൺസ് ആൻഡ് ഹസാർഡസ് ടോക്സിൻസ് ഫോർ റാപ്പിഡ് ത്രെറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. സോയിൽ ന്യൂട്രിയൻസ്, അതുപോലെ പ്ലാന്റ് ഡിസീസസ് കണ്ടുപിടിക്കാൻ, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്, ക്രോപ്പ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബയോസെൻസർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.